വളരെ സന്തോഷത്തോടും ഏറെ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ വേദി പങ്കിടുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1984 കോഴിക്കോട് ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിക്കുമ്പോൾ അന്ന് മാക്ടയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ അതിൻ്റെ ഭാഗമാവുകയും പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. പിന്നെ ഇങ്ങോട്ട് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഈ IFFയുടെ വളർച്ച ഞാൻ നേരിൽ കണ്ടു. ഇപ്പം ഞാൻ അഭിമാനത്തോടുകൂടി ഇവിടെ നിൽക്കുന്നത് ഞാൻ KSFDC ചെയർമാനായി ഈ മേള പങ്കിടുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനവും അതിലേറെ സന്തോഷവുമാണ്. എന്തായാലും ഈ കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ഈ മേളയുടെ വളർച്ച അത് നോക്കിക്കണ്ട എല്ലാവർക്കും, സിനിമകൾ കണ്ട് ആസ്വദിച്ച് അനുഭവിച്ച എല്ലാവർക്കും അത് വളരെ നല്ല ഒരു സംഭവമായി തോന്നുന്നു. അതിന് ഈ വർഷത്തെ ഈ 30ാമത് ചലച്ചിത്ര മേള സംഘടിപ്പിക്കാനൊരുങ്ങിയ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ റസൂൽ പൂക്കുട്ടി, അതിലെ മറ്റംഗങ്ങൾ, പിന്നെ ഇതിനുവേണ്ടി അജീവാനന്ദം പരിശ്രമിക്കുന്ന ഓടി നടക്കുന്ന ശ്രീ അജോയ്, എത്ര തിരക്കിലാണെങ്കിലും എപ്പോൾ വിളിച്ചാലും ഫോൺ അപ്പം എടുക്കും, ഇല്ലെങ്കിൽ തിരിച്ചപ്പം വിളിച്ചിരിക്കും. അത്രയേറെ ഉത്തരവാദിത്തോടുകൂടി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ അജോയ്. പിന്നെ ഇവിടെ പറഞ്ഞപ്പോൾ KSFDC ചെയർമാൻ എന്ന നിലയിൽ KFMനെ പറ്റി ഒരു 2 വാക്ക്. കേരള ഫിലിം മാർക്കറ്റ്, എൻ്റെ മുൻഗാമിയായിരുന്ന ഷാജി എൻ കരുൺ, അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ ഊഹിച്ചതാണ് ഫിലിം മാർക്കറ്റ്. അത് 2 വർഷം അദ്ദേഹം വളരെ ഭംഗിയായി നടത്തി. ഞാൻ ചെയർമാനായി ചാർജ് എടുത്ത ഉടൻ തന്നെ MD പോയി തോന്നുന്നു, പ്രിയദർശൻ MD, ഞാൻ അദ്ദേഹമായിട്ട് ആലോചിച്ചു. ഞാൻ പറഞ്ഞു ഇത് എത്രയും ഭംഗിയായി ഈ വർഷം ഇത് നടത്തണം എന്ന് പറഞ്ഞു. കാര്യം അത് ഷാജി സാറിന് സമർപ്പിക്കുന്ന ഒരു ഗുരുദക്ഷിണയായിട്ടാണ് ഞാൻ കാണുന്നത് ഈ KFM. അതുകൊണ്ട് ഞങ്ങളുടെ KSFDC പ്രവർത്തകരെല്ലാം കൂടെ അതിഭംഗിയായി അത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ 14-ാം തീയതി രാവിലെ സൗത്ത് പാർക്കിൽ 10 മണിക്കാണ് അതിൻ്റെ ഇനോഗ്രേഷൻ. ഈ വേദി നിങ്ങളെയെല്ലാം ക്ഷണിക്കാൻ കൂടി ഞാൻ ഉപയോഗിക്കുകയാണ്. എല്ലാവരും അവിടെ എത്തണം, സഹകരിക്കണം, വിജയിപ്പിക്കണം.